ഹലോ നമസ്തേ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ JLT ഹിന്ദിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കാണുമല്ലോ അല്ലേ? അപ്പോൾ അതിലേക്ക് സഹായകമാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് നോക്കി വെച്ചാലോ? നോക്കാം നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് കിട്ടുന്നതെന്ന്. ഓക്കെ, കമലേശ്വർ की प्रथम कहानी संग्रह कौन सी है? കമലേശ്വറിന്റെ ആദ്യത്തെ കഹാനി സംഗ്രഹ് ഏതാണ്? രാജാ ഭോജ് കാ സപ്ന, രാജാ നിരംബസിയ, രക്ഷാബന്ധൻ, ബുദ്ധ കാ കാണ്ട. ഏതാണ് കമലേശ്വറിന്റെ ആദ്യത്തെ കഹാനി സംഗ്രഹ്? രാജാ നിരംബസിയ. निम्न में ചന്ദ്രധർ ശർമ്മ ഗുലേരി की രചന നഹി ഹെ. ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ രചന അല്ലാത്തത് ഓർത്തു വെക്കണേ. സുഖമായ ജീവൻ, ബി മാനസരോവർ, സി ബുദ്ധ കാ കാണ്ട, ഡി ഉസ്നെ കഹാദ. ഏതാണ്? ഏതാ? ബി മാനസരോവർ. അപ്പം എന്ത് വിചാരിക്കണം? ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കണം. അങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ചീഫ് കി ദാവത്ത് കിസ്കി കഹാനി ഹെ? ചീഫ് കി ദാവത്ത് ആരുടെ കഥയാണ്? എ ചന്ദ്രധർ ശർമ്മ ഗുലേരി, ബി ഭീഷ്മ സാഹിനി, സി ധർമ്മവീർ ഭാരതി, ഡി ഗജാനൻ മാധവ് മുക്തിബോധ്. ആരുടേതാണ്? ബി ഭീഷ്മ സാഹിനി. ഉപന്യാസ് ശബ്ദ കാ അർത്ഥ ഹെ. ഉപന്യാസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഉപന്യാസ്. എ സാമനെ രഖ്ന, ബി ആംനെ സാമനെ, സി നികട് രഖ്ന, ഡി പാസ് രഖ്ന. ഏതാണ് ഉപന്യാസ് ശബ്ദ കാ അർത്ഥ? ഓപ്ഷൻ എ സാമനെ രഖ്ന. യെസ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു JLTയുടെ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. 60 days ആണ് കേട്ടോ ആ കോഴ്സ്. പരീക്ഷ അറിയാം നമുക്ക് അല്ലേ? 3 മാസത്തിനുള്ളിലാണ് നമുക്ക് പരീക്ഷ വരാൻ പോകുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പ്രിപ്പയർ ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എല്ലാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം JLT നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാം. ഓക്കെ. ടലുവ ക്ലബ്ബ് കിസ്കി രചന ഹെ? ടലുവ ക്ലബ്ബ് ആരുടെ രചനയാണ്? എ ബാബു ഗുലാബ് റായ്, ബി മഹാവീർ പ്രസാദ് ദ്വിവേദി, സി ഹസാരി പ്രസാദ് ദ്വിവേദി, ഡി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ടലുവ ക്ലബ്ബ് ആരുടേതാണ്? ഓപ്ഷൻ എ ബാബു ഗുലാബ് റായ്. ഇൻമേ ഹസാരി പ്രസാദ് ദ്വിവേദി കാ നിബന്ധ കौन सा है? ഇതിൽ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നിബന്ധ ഏതാണ്? സൂര്യോദയ്, ബി അശോക് കെ ഫൂൽ, സി കവിത, ഡി കശ്മീർ കുസും. ഏതാണ് ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നിബന്ധ? ऑप्शन बी अशोक के फूल. इनमें प्रताप नारायण मिश्र का निबंध नहीं है. ഇതിൽ പ്രതാപ് നാരായൺ മിശ്രന്റെ നിബന്ധ അല്ലാത്തത് എ പരീക്ഷ, ബി വൃദ്ധ, സി ദാന്ത്, ഡി ബഡ്തി ഉമർ. ഏതാണ്? ऑप्शन डी बढती उमर. द्विवेदी युग के सबसे प्रभावशाली लेखक और संपादक आचार्य हैं आचार्य रामचंद्र शुक्ल, महावीर प्रसाद द्विवेदी, हसारी प्रसाद द्विवेदी, भारतेंदु हरिश्चंद्र. ओके, आराണ് ആൻസർ? महावीर प्रसाद द्विवेदी. इनमें सरदार पूर्ण सिंह की रचना नहीं है. ഇതിൽ സർദാർ പൂർണ്ണ സിംഗിന്റെ രചന അല്ലാത്തത് കന്യാദാൻ, മജ്ദൂരി, പ്രേം, സമാജ് और സാഹിത്യ. ഏതാണ് आंसर? समाज और साहित्य. समाज और साहित्य किसकी रचना है? महावीर प्रसाद द्विवेदी, श्याम सुंदर दास, चंद्रधर शर्मा गुलेरी, रामविलास शर्मा. ആരുടേതാണ് समाज और साहित्य? श्याम सुंदर दास. ओके. तुम चंदन हम पानी किसकी रचना है? तुम चंदन हम पानी किसकी रचना है? हसारी प्रसाद द्विवेदी, विद्यानिवास मिश्र, नंद दुलारे वाजपेयी, रामविलास शर्मा. विद्यानिवास मिश्र. आत्म अभिव्यंजक सांस्कृतिक, पारंपरिक और लोक विश्रुत तथ्यों और तर्कों को आत्मसात किए निबंध कौन सा है? ഏതാ? ലളിത നിബന്ധ, വർണ്ണനാത്മക നിബന്ധ, വിചാരമൂലക, ദെൻ കഥാത്മക. ഏതാണ്? ഏത് നിബന്ധമാണ്? ലളിത നിബന്ധ. ഇൻമേ വ്യംഗ്യ നിബന്ധകാർ നഹി ഹെ. ഇതിൽ വ്യംഗ്യ നിബന്ധകാർ അല്ലാത്തത് ഹരിശങ്കർ പർസായി, ശരത് ജോഷി, ഗ്യാൻ ചതുർവേദി, കുബേരനാഥ് റായ്. ആരാണ്? കുബേരനാഥ് റായ്.
അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വ്യംഗ്യ നിബന്ധക്കാർ ആണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കണം. ഏകാംഗി മേ ഏക് ഐസി ഘടന रहती है जिसका जिज्ञासापूर्ण एवं कौतूहलमय नाटक शैली में चरम विकास होकर अंत होता है. ए डॉक्टर रामकुमार वर्मा, बी डॉक्टर श्याम सुंदर दास, ആചാര്യ രാമചന്ദ്ര ശുക്ല, ഡി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഏതാണ് എൻ്റെ ആൻസർ? ഡോക്ടർ രാംകുമാർ വർമ്മ. അപ്പോൾ ഒത്തിരിയേറെ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ JLTയുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണം അതുകൊണ്ട് കിട്ടുന്നത്? PYQ കിട്ടും അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, സംശയ ദൂരീകരണം നമുക്ക് നടത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണോ? അതുണ്ട്. PDF നോട്ടുണ്ട്. എല്ലാം എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതാണ് നമ്മളിവിടെ ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സിലബസ് ബേസ്ഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് നിങ്ങൾ വിളിക്കൂ. 8589083568 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യൂ, ജോയിൻ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.